2006 ഒക്ടോബർ 18, വാൻകൂവർ, കാനഡ. അന്നു വൈകുന്നേരം 6:30 മഞ്ജിത് കൗർ ബസ്ര എന്ന ഇന്ത്യൻ വംശജിയായ സ്കൂൾ ടീച്ചറിനെ വാൻകൂവറിൽ വെച്ച് ദുരൂഹമായ സാഹചര്യത്തിൽ കാണാതാവുന്നു. 4 മാസം പ്രഗ്നന്റ് ആയിരുന്ന മഞ്ജിത് ബസ്ര ഗർഭിണികൾക്ക് മാത്രമായുള്ള യോഗ ക്ലാസ്സിൽ പങ്കെടുക്കുന്നതിനായി പോയതായിരുന്നു. പിന്നീട് അവരൊരിക്കലും വീട്ടിൽ തിരിച്ചെത്തിയില്ല. മഞ്ജിത്തിന്റെ ഭർത്താവ് മുക്തിയാർ പങ്കാളി നൽകിയ പരാതിയെ തുടർന്ന് പോലീസ് അന്വേഷണം ആരംഭിക്കുന്നു. എന്നാൽ മഞ്ജിത്തിന്റെ തിരോധാന വാർത്ത പുറത്തുവന്ന് 5 ദിവസങ്ങൾക്ക് ശേഷം ഒക്ടോബർ 23 അവളുടെ കത്തിക്കരിഞ്ഞ മൃതദേഹം ഒരു കടൽ തീരത്തു നിന്നും കണ്ടെത്തി. നടന്നിരിക്കുന്നത് അതിക്രൂരമായ കൊലപാതകമാണെന്ന് പോലീസ് അന്വേഷണത്തിൽ നിന്നും മനസ്സിലാവുന്നു. ഗർഭിണിയായ ഒരു സ്ത്രീയെ ഇത്ര ക്രൂരമായി കൊലപ്പെടുത്തിയെന്നുള്ള വാർത്ത കനേഡിയൻ ജനതയെ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിച്ചു. ആരായിരുന്നു മഞ്ജിത് കൗർ ബസ്ര? അവരെ ഇത്ര ക്രൂരമായി കൊലപ്പെടുത്തിയത് ആരാണ്? നമ്മുടെ ഇൻവെസ്റ്റിഗേഷൻ ഇവിടെ ആരംഭിക്കുന്നു. വെൽക്കം ബാക്ക്. ബ്രിട്ടീഷ് കൊളംബിയ പ്രോവിൻസിലെ വാൻകൂവർ സിറ്റിയിൽ ഭർത്താവ് മുക്തിയാർ പങ്കാളിയും 3 വയസ്സുള്ള മകളുമോടൊപ്പം താമസിച്ചു വന്നിരുന്ന സ്കൂൾ ടീച്ചറായിരുന്നു മഞ്ജിത് കൗർ ബസ്ര. കനേഡിയൻ പൗരത്വമുള്ള മഞ്ജിത് കൗറും കുടുംബവും ഇന്ത്യൻ വംശജരായിരുന്നു. മെച്ചപ്പെട്ട ജീവിതം തേടി വർഷങ്ങൾക്ക് മുൻപ് കാനഡയിലെത്തിയ മഞ്ജിത്തിന്റെ പാരന്റ്സ് വാൻകൂവറിൽ സ്ഥിരതാമസമാക്കുകയായിരുന്നു. സന്തോഷകരമായ ഒരു ബാല്യകാലമായിരുന്നു മഞ്ജിത്തിൻ്റെത്. എല്ലാ പെൺകുട്ടികളെയും പോലെ അവൾക്കും ഒരുപാട് സ്വപ്നങ്ങളുണ്ടായിരുന്നു. ഒരു ടീച്ചർ ആവണമെന്ന് അവൾ ചെറുപ്പത്തിലെ തീരുമാനിച്ചിരുന്നു. അങ്ങനെ സ്കൂൾ പഠനമെല്ലാം പൂർത്തിയാക്കിയ മഞ്ജിത് ബസ്ര ബ്രിട്ടീഷ് കൊളംബിയയിൽ തന്നെയുള്ള ഒരു യൂണിവേഴ്സിറ്റിയിൽ ഹയർ സ്റ്റഡീസിന് ജോയിൻ ചെയ്യുന്നു. അവിടെ വെച്ചാണ് അവൾ തന്റെ സീനിയറായ മുക്തിയാർ പങ്കാളിയെ കണ്ടുമുട്ടിയത്. മുക്തിയാറിന്റെ കുടുംബവും ഇന്ത്യയിൽ നിന്നുള്ളവരായിരുന്നു. അധ്യാപന മേഖലയിൽ കരിയർ തുടങ്ങാനാണ് അദ്ദേഹം കാനഡയിലേക്ക് വന്നത്. ഇരുവരുടെയും ലക്ഷ്യങ്ങൾ ഒന്നായതുകൊണ്ട് തന്നെ അവർ പെട്ടെന്നടുക്കുന്നു. യൂണിവേഴ്സിറ്റി ക്യാമ്പസിൽ വെച്ചുള്ള അവരുടെ കൂടിക്കാഴ്ച ക്രമേണ പ്രണയത്തിലേക്ക് വഴിമാറി. പഠനം പൂർത്തിയാക്കിയ ഉടനെ തന്നെ മഞ്ജിത്തിന് ഒരു എലമെന്ററി സ്കൂളിൽ ടീച്ചറായും മുക്തിയാറിന് ഹൈസ്കൂളിൽ ഫിസിക്സ് ടീച്ചറായും നിയമനം ലഭിച്ചു. ഇതോടെ അവർ വിവാഹം കഴിക്കാൻ തീരുമാനിക്കുന്നു. രണ്ടുപേരുടെയും കുടുംബങ്ങളിൽ നിന്നും അവർക്ക് പൂർണ്ണ പിന്തുണയും ലഭിച്ചിരുന്നു. മുക്തിയാർ നല്ല സ്വഭാവമുള്ള ഉത്തരവാദിത്തമുള്ള ആളാണെന്നും തങ്ങളുടെ മകൾക്ക് അനുയോജ്യനാണെന്നും മഞ്ജിത്തിന്റെ കുടുംബം വിശ്വസിച്ചു. മുക്തിയാറിന്റെ കുടുംബത്തിനും മഞ്ജിത്തിനെ ഇഷ്ടമായതോടെ 1997 ഇരുവരുടെയും വിവാഹം നടക്കുന്നു. കുറച്ചു വർഷങ്ങൾ കടന്നുപോയി. 2 കുടുംബങ്ങളുടെയും കണ്ണിൽ അവർ സന്തുഷ്ട ദമ്പതികളായിരുന്നു. എന്നാൽ യഥാർത്ഥത്തിൽ അതങ്ങനെയായിരുന്നില്ല. മുക്തിയാറിന്റെ യഥാർത്ഥ സ്വഭാവം മഞ്ജിത്തിന്റെ സ്വപ്നങ്ങളെ തകർക്കുന്ന തരത്തിലുള്ളതായിരുന്നു. വാസ്തവത്തിൽ അവനൊരു യാഥാസ്ഥിതിക കുടുംബത്തിൽപ്പെട്ടയാളായിരുന്നു. അയാളുടെ ചിന്താഗതികളും ഏതാണ്ട് സമാനമായിരുന്നു. മുക്തിയാർ ജോലി കഴിഞ്ഞ് വീട്ടിലേക്ക് വരുമ്പോൾ ഡൈനിങ് ടേബിളിൽ രുചികരമായ ഭക്ഷണങ്ങൾ തയ്യാറായിരിക്കണം. അത് മഞ്ജിത് ബസ്ര തന്നെ വിളമ്പണം. നിലവിൽ ഇതിനെല്ലാം തടസ്സമായി നിൽക്കുന്നത് മഞ്ജിത്തിന്റെ ടീച്ചിങ് ജോബാണ്. അതിനാൽ അവൾ ജോലി ഉപേക്ഷിക്കണം. ഇതായിരുന്നു മുക്തിയാറിന്റെ ആവശ്യം. എന്നാൽ അയാളുടെ ഈ രീതിയിലുള്ള പെരുമാറ്റത്തിൽ മഞ്ജിത് വളരെ അസ്വസ്ഥയായിരുന്നു. ദൃഢനിശ്ചയവും കഠിനാധ്വാനം ചെയ്യാൻ മനസ്സുമുള്ള ഒരു സ്ത്രീയായിരുന്നു അവൾ. മുക്തിയാറിന്റെ സ്വഭാവം ഇങ്ങനെയാവുമെന്ന് അവൾ ഒരിക്കലും കരുതിയിരുന്നതല്ല. ഇതോടെ മഞ്ജിത്ത് തന്റെ വിവാഹ ജീവിതത്തിലെ ബുദ്ധിമുട്ടുകളെക്കുറിച്ച് പാരന്റ്സിനോട് പറയുന്നു. എന്നാൽ ഇത്തരത്തിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങളും പ്രശ്നങ്ങളുമെല്ലാം ദാമ്പത്യ ജീവിതത്തിൽ സാധാരണമാണെന്നും കുറച്ചുകാലം കഴിഞ്ഞാൽ എല്ലാം മാറുമെന്നും പറഞ്ഞ് അവർ മഞ്ജിത്തിനെ സമാധാനിപ്പിക്കുകയും മുക്തിയാറിനോട് സംസാരിച്ച് പ്രശ്നത്തിനൊരു താൽക്കാലിക പരിഹാരമുണ്ടാക്കുകയും ചെയ്യുന്നു. ഇതേ തുടർന്ന് തീരെ താല്പര്യമില്ലെങ്കിൽ പോലും മഞ്ജിത്തിന് ജോലിക്ക് പോകാൻ മുക്തിയാർ സമ്മതിക്കുന്നു. അങ്ങനെ കുറച്ചു വർഷങ്ങൾ കൂടി കടന്നുപോകുന്നു. വിവാഹം കഴിഞ്ഞ് 6 വർഷത്തിനു ശേഷം 2003 മഞ്ജിത്ത് ഒരു പെൺകുഞ്ഞിന് ജന്മം നൽകുന്നു. അവരവൾക്ക് മായ എന്ന് പേരിട്ടു. കുഞ്ഞ് ജനിച്ചതോടെ മുക്തിയാറിന്റെ സ്വഭാവത്തിൽ ചില മാറ്റങ്ങൾ വന്നു. വളരെ സന്തോഷവാനായി മാറിയ അദ്ദേഹം മഞ്ജിത്തിന്റെയും മകളുടെയും കൂടെ കൂടുതൽ സമയം ചിലവഴിക്കാൻ തുടങ്ങുന്നു. അങ്ങനെ മഞ്ജിത്തിന്റെ ദാമ്പത്യ ജീവിതത്തിലെ ബുദ്ധിമുട്ടുകൾ അവസാനിച്ചുവെന്ന് എല്ലാവർക്കും തോന്നിത്തുടങ്ങുന്നു. എന്നാൽ അത് സത്യമായിരുന്നില്ല. മായ ജനിച്ച് കുറച്ചു മാസങ്ങൾ കഴിഞ്ഞതും മുക്തിയാറിന്റെ സ്വഭാവം കൂടുതൽ വഷളായി. അയാൾ അമിതമായി മദ്യപിക്കാൻ തുടങ്ങുന്നു. മദ്യപിക്കുമ്പോഴെല്ലാം രാത്രി വളരെ വൈകിയാണ് അയാൾ വീട്ടിലെത്തിയിരുന്നത്.
പ്രസവത്തിന് ശേഷം പരിചരണവും പിന്തുണയും ആഗ്രഹിച്ച മഞ്ജിത്ത് ഭർത്താവിന്റെ ഈ രീതിയിലുള്ള പെരുമാറ്റത്തിൽ തകർന്നു. മഞ്ജിത്ത് കണ്ട സ്വപ്നങ്ങളെല്ലാം അവളുടെ കൺമുന്നിൽ തകർന്നു വീഴുന്ന കാഴ്ച അവളെ ഒരു വിഷാദരോഗിയാക്കി മാറ്റി. വിവാഹത്തിനു മുൻപ് മുക്തിയാറിനെ മനസ്സിലാക്കുന്നതിൽ താൻ എത്ര വലിയ വീഴ്ചയാണ് വരുത്തിയത് എന്ന് ഇപ്പോൾ അവൾക്ക് മനസ്സിലായി. ഇത് താൻ തിരഞ്ഞെടുത്ത ജീവിതമായതുകൊണ്ടും വീട്ടിൽ നിന്നും കാര്യമായ സപ്പോർട്ട് ലഭിക്കാത്തതുകൊണ്ടും ഡിവോഴ്സിനെ കുറിച്ചൊന്നും ചിന്തിക്കാതെ മഞ്ജിത്ത് ജീവിതം തള്ളി നീക്കുന്നു. ഇത്രയും പ്രശ്നങ്ങൾക്കിടയിലും 2006 മഞ്ജിത്ത് വീണ്ടും ഗർഭിണിയാകുന്നു. ഈ വാർത്ത കേട്ടപ്പോൾ മുതൽ മുക്തിയാർ വളരെ സന്തോഷിക്കുന്നു. അവൻ മഞ്ജിത്തിനെ പഴയതുപോലെ സ്നേഹിക്കാനും പരിപാലിക്കാനും തുടങ്ങി. എന്നാൽ ഇതെല്ലാം കുറച്ചു കാലത്തേക്ക് ഉണ്ടാവുകയുള്ളൂ എന്നറിയാവുന്ന മഞ്ജിത്തിന് കാര്യമായ സന്തോഷമൊന്നും വന്നില്ല. അങ്ങനെയിരിക്കെ 2006 ഒക്ടോബർ 18 തുടക്കത്തിൽ പറഞ്ഞതുപോലെ മഞ്ജിത്ത് ബസ്രയെ ദുരൂഹമായ സാഹചര്യത്തിൽ കാണാതാവുന്നു. അന്ന് വൈകുന്നേരം 6:30 മഞ്ജിത്ത് ഗർഭിണികൾക്കായുള്ള ഒരു യോഗ ക്ലാസ്സിനായി പോയതായിരുന്നു. പക്ഷേ രാത്രി വളരെ വൈകിയിട്ടും അവൾ വീട്ടിൽ തിരിച്ചെത്തിയില്ല. അടുത്ത ദിവസം മുക്തിയാർ മഞ്ജിത്തിന്റെ പാരന്റ്സിനെ വിളിച്ച് ഇന്നലെ വൈകുന്നേരം മുതൽ മഞ്ജിത്ത് വീട്ടിൽ വന്നിട്ടില്ല എന്ന് അറിയിക്കുന്നു. ഇത് കേട്ട മഞ്ജിത്തിന്റെ പാരന്റ്സ് ശരിക്കും ഭയന്നു. കാരണം അവൾ 4 മാസം പ്രഗ്നന്റ് ആണ്. ഒരു രാത്രി മുഴുവനും അവൾ വീട്ടിലെത്താതിരുന്നിട്ടും മുക്തിയാർ അവളെ അന്വേഷിച്ചു പോവുകയോ പോലീസിൽ ഇൻഫോം ചെയ്യുകയോ ചെയ്യാതെ അടുത്ത ദിവസം തങ്ങളെ ജസ്റ്റ് ഒന്ന് ഫോൺ വിളിക്കുക മാത്രമാണ് ചെയ്തിരിക്കുന്നത്. ഇതാണ് പാരന്റ്സിന്റെ ഭയം വർദ്ധിപ്പിച്ചത്. തുടർന്ന് അവർ മഞ്ജിത്തിന്റെ സഹോദരി ജാസ്മിനെ വിളിച്ച് എല്ലാ കാര്യങ്ങളും പറയുന്നു. ജാസ്മിൻ മഞ്ജിത്തിന്റെ എല്ലാ സുഹൃത്തുക്കളെയും ഫോൺ വിളിച്ചു നോക്കി. പക്ഷേ അവൾ അവരുടെ വീടുകളിലേക്കൊന്നും പോയിട്ടില്ല. മുക്തിയാറും മഞ്ജിത്തും തമ്മിൽ തർക്കമുണ്ടാവുമ്പോഴെല്ലാം മഞ്ജിത്ത് ആരെയും അറിയിക്കാതെ മകളോടൊപ്പം ഏതെങ്കിലും ഒരു ഹോട്ടലിലേക്കോ സുഹൃത്തുക്കളുടെ വീടുകളിലേക്കോ പോകുന്നത് പതിവായിരുന്നു. എന്നാൽ ഇത്തവണ മഞ്ജിത്തിന്റെ മകൾ മായ വീട്ടിലുണ്ടായിരുന്നു. അവളെ തനിച്ചാക്കി മഞ്ജിത്ത് എങ്ങോട്ടും പോവില്ല എന്നുള്ളത് എല്ലാവർക്കും അറിയാമായിരുന്നു. അതിനാൽ അവൾക്ക് എന്തെങ്കിലും അപകടം സംഭവിച്ചിരിക്കാമെന്നുള്ള സംശയം ബലപ്പെട്ടു. അങ്ങനെ മഞ്ജിത്തിന്റെ പാരന്റ്സ് നിർബന്ധിച്ചത് പ്രകാരം ഒക്ടോബർ 19 രാത്രി മുക്തിയാർ അടുത്തുള്ള ഒരു പോലീസ് സ്റ്റേഷനിൽ ചെന്ന് ഭാര്യയെ കാണാനില്ല എന്ന് പറഞ്ഞ് ഒരു പരാതി നൽകുന്നു. ഗർഭിണിയായ ഭാര്യയെ കാണാതായിട്ടും 29 മണിക്കൂർ കഴിഞ്ഞിട്ടാണ് മുക്തിയാർ പരാതിയുമായി എത്തിയത്. ഇത് പോലീസുകാരിൽ സംശയമുണ്ടാക്കുന്നു. അപ്പോഴേക്കും മഞ്ജിത്ത് ബസ്ര എന്ന സ്ത്രീയെ കാണാനില്ല എന്ന വാർത്ത മാധ്യമങ്ങളിൽ പ്രചരിച്ചിരുന്നു. മാധ്യമങ്ങളുടെ മുന്നിൽ മുക്തിയാർ തന്റെ ഭാര്യയുടെ സുരക്ഷയ്ക്കും തിരിച്ചുവരവിനും വേണ്ടി അപേക്ഷിക്കുന്നു. മറുവശത്ത് പോലീസ് തീവ്രമായ അന്വേഷണം നടത്തിയെങ്കിലും മഞ്ജിത്തിനെ കുറിച്ചുള്ള കാര്യമായ വിവരങ്ങളൊന്നും ലഭിച്ചില്ല. ഒക്ടോബർ 23 മഞ്ജിത്തിനെ കാണാതായി 5 ദിവസം കഴിഞ്ഞിരിക്കുന്നു. അന്ന് സൗത്ത് ഡെൽറ്റ എന്ന സ്ഥലത്ത് കത്തിക്കരിഞ്ഞ നിലയിലുള്ള ഒരു സ്ത്രീയുടെ മൃതദേഹം കിടക്കുന്നതായി പറഞ്ഞ് പോലീസ് സ്റ്റേഷനിലേക്ക് ഒരു ഫോൺ കോൾ വരുന്നു. സ്ഥലത്തെത്തി പരിശോധന നടത്തിയ പോലീസ് ടീം ഈ വിവരം മഞ്ജിത്തിന്റെ കുടുംബത്തിനെ അറിയിക്കുന്നു. തിരിച്ചറിയാൻ കഴിയാത്ത അവസ്ഥയിലായിരുന്നു ഡെഡ് ബോഡി കണ്ടെത്തിയത്. അതിനാൽ അത് മഞ്ജിത്ത് ബസ്രയുടെ ഡെഡ് ബോഡിയാണോ എന്ന് ഐഡന്റിഫൈ ചെയ്യുന്നതിനായി മുക്തിയാറും മഞ്ജിത്തിന്റെ പാരന്റ്സും അവിടെ എത്തുന്നു. മരിച്ചു കിടക്കുന്നത് തങ്ങളുടെ മകൾ മഞ്ജിത്ത് ബസ്ര തന്നെയാണ് എന്ന് പാരന്റ്സ് ഒരു നടുക്കത്തോടെ തിരിച്ചറിയുന്നു. ഇതേ തുടർന്ന് ക്രൈം സീനിലെ പരിശോധനകളെല്ലാം പൂർത്തിയാക്കി ഡെഡ് ബോഡി പോസ്റ്റ്മോർട്ടത്തിന് അയക്കുന്നു. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തു വന്നപ്പോൾ മഞ്ജിത്തിന്റെ ഗർഭപാത്രത്തിൽ 4 മാസം പ്രായമുള്ള ഒരു പെൺകുട്ടിയുണ്ട് എന്ന് കണ്ടെത്തി. അതായത് കൊല ചെയ്യപ്പെട്ടിരിക്കുന്നത് മഞ്ജിത്ത് മാത്രമല്ല, അവളുടെ ഗർഭസ്ഥ ശിശു കൂടിയാണ്. കില്ലർ മഞ്ജിത്തിനെ കഴുത്തിഞ്ഞെറിച്ച് കൊന്നതിനു ശേഷം കത്തിക്കുകയായിരുന്നു എന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നത്. ഒരു ഗർഭിണിയെ ഇത്ര ക്രൂരമായി കൊന്നു കത്തിച്ചു എന്നുള്ള വാർത്ത കാനഡയെ മൊത്തത്തിൽ ഞെട്ടിച്ചു. തുടർന്ന് നടന്ന അന്വേഷണത്തിൽ മൃതദേഹം കണ്ടെത്തിയ സ്ഥലത്ത് നിന്നും കുറച്ചു ദൂരം മാറി മഞ്ജിത്തിന്റെ കാറ് കണ്ടെത്തുന്നു. ഫോറൻസിക് പരിശോധനയിൽ ആ കാറിനകത്ത് ബലപ്രയോഗം നടന്നതിന്റെ ലക്ഷണങ്ങളൊന്നും കണ്ടെത്താൻ കഴിഞ്ഞില്ല. ഇതോടെ മഞ്ജിത്തിന്റെ പരിചയക്കാരൻ തന്നെയാണ് കൊലയാളി എന്നുള്ള നിഗമനത്തിലേക്ക് പോലീസ് എത്തിച്ചേരുന്നു. സ്വാഭാവികമായും മഞ്ജിത്തിന്റെ ഭർത്താവ് മുക്തിയാറിനെ പോലീസ് സംശയിക്കുന്നു. ഓൾറെഡി അവരുടെ ദാമ്പത്യ ജീവിതത്തിലെ പ്രശ്നങ്ങളെക്കുറിച്ച് പോലീസിന് വിവരം ലഭിച്ചിരുന്നു. ഇതോടെ മുക്തിയാറിനെ പോലീസ് കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യുന്നു. കഴിഞ്ഞ 1 വർഷമായി മഞ്ജിത്ത് അവളുടെ കോളേജിലെ സുഹൃത്തായ ടോണിയുമായി നിരന്തരം ഫോണിലൂടെ സംസാരിക്കാറുണ്ട് എന്നും അവർ ഒരുമിച്ച് ഡിന്നറിന് പോലും പോയിരുന്നുവെന്നും അതിനാൽ അവനെയാണ് തനിക്ക് സംശയമെന്നാണ് മുക്തിയാർ പറഞ്ഞത്. മുക്തിയാറിന്റെ ഈ വെളിപ്പെടുത്തലിന് ശേഷം പോലീസ് ടോണിയെ ചോദ്യം ചെയ്യാനായി വിളിപ്പിക്കുന്നു.
എന്നാൽ ടോണിയുമായി സംസാരിച്ചപ്പോൾ മുക്തിയാർ അവകാശപ്പെടുന്നത് പോലെ ടോണിക്ക് മഞ്ജിത്തുമായി ഒരു ബന്ധവുമില്ല എന്ന് പോലീസ് കണ്ടെത്തി. ടോണിയും മഞ്ജിത്തും നല്ല സുഹൃത്തുക്കൾ മാത്രമായിരുന്നു. നുണപരിശോധനയിൽ ടോണി എല്ലാ ചോദ്യങ്ങൾക്കും ശരിയായി ഉത്തരം നൽകിയതോടെ ഈ വസ്തുത സ്ഥിരീകരിക്കപ്പെട്ടു. ഇനി മുക്തിയാർ എന്തിനാണ് നുണ പറഞ്ഞത് എന്ന് കണ്ടെത്തേണ്ടതുണ്ട്. അതിനാൽ അയാളെ പോലീസ് വീണ്ടും ചോദ്യം ചെയ്യുന്നു. ഈ ചോദ്യം ചെയ്യലിൽ മഞ്ജിത്തിന്റെയും മുക്തിയാറിന്റെയും വീട്ടിൽ ഇരുവരുമായും വളരെ അടുപ്പമുള്ള ഒരാൾ കുറച്ചുകാലം താമസിച്ചിരുന്നതായുള്ള വിവരം ലഭിക്കുന്നു. മുക്തിയാറിന്റെ ഇളയ സഹോദരൻ സുഖ്വീന്ദർ ആയിരുന്നു അത്. ഇവരുടെ വീടിന്റെ ബേസ്മെന്റിലാണ് സുഖ്വീന്ദർ താമസിച്ചിരുന്നത്. എന്നാൽ മഞ്ജിത്തിന്റെ നിർബന്ധത്തിന് വഴങ്ങി മുക്തിയാറിന് സുഖ്വീന്ദറിനെ വീട്ടിൽ നിന്നും പുറത്താക്കേണ്ടി വന്നു. എല്ലാ ദിവസവും മുക്തിയാർ മദ്യപിച്ചിരുന്നതും രാത്രി വൈകുവോളം വീടിന് പുറത്ത് സമയം ചിലവഴിച്ചിരുന്നതും സുഖ്വീന്ദറിന്റെ പ്രേരണ മൂലമാണ്. സുഖ്വീന്ദർ കാരണമാണ് മുക്തിയാറിന്റെ മദ്യപാനശീലം വർദ്ധിച്ചത്. അവന്റെ സ്വാധീനം തന്റെയും മകളുടെയും ജീവിതം നശിപ്പിക്കുമെന്ന് മഞ്ജിത്തിന് മനസ്സിലായി. ഇതേ തുടർന്ന് അവൾ മുക്തിയാറിന് ഒരു അന്ത്യശാസനം നൽകി. ഒന്നുകിൽ അവൻ ഈ വീട്ടിൽ താമസിക്കും, അല്ലെങ്കിൽ ഞാനും മകളും. ഇതിൽ ഏത് വേണമെന്ന് നിങ്ങൾ തിരഞ്ഞെടുക്കണം. ഇതായിരുന്നു മഞ്ജിത്തിന്റെ തീരുമാനം. നിവർത്തിയില്ലാതെ വന്നതോടെ മുക്തിയാർ സുഖ്വീന്ദറിനോട് വേറെ വീട് നോക്കാൻ പറഞ്ഞു. ഇതേ തുടർന്ന് സുഖ്വീന്ദർ താമസം മാറ്റി. ഇതോടെ പോലീസിന്റെ സംശയം സുഖ്വീന്ദറിന്റെ മേലായി. പക്ഷേ അയാൾക്കെതിരെ യാതൊരു തെളിവും ലഭിച്ചില്ല. മഞ്ജിത്തിനെ കാണാതായ ദിവസം രാത്രി സുഖ്വീന്ദർ അയാളുടെ സുഹൃത്തുക്കളോടൊപ്പമായിരുന്നു ഉണ്ടായിരുന്നത് എന്ന് പിന്നീടുള്ള അന്വേഷണത്തിൽ തെളിഞ്ഞു. ഇതോടെ പോലീസ് വീണ്ടും മുക്തിയാറിനെ സംശയിക്കുന്നു. വിവാഹം കഴിഞ്ഞ് ഏതാനും മാസങ്ങൾക്കുള്ളിൽ തന്നെ മഞ്ജിത്തും മുക്തിയാറും തമ്മിലുള്ള ബന്ധം വഷളാവാൻ തുടങ്ങിയിരുന്നു എന്ന് പോലീസ് നേരത്തെ തന്നെ കണ്ടെത്തിയിരുന്നു. മുക്തിയാറിന്റെ ദൈനംദിന മദ്യപാനശീലത്തെ ചൊല്ലി അവർക്കിടയിൽ വഴക്ക് പതിവായിരുന്നു. അതുകൂടാതെയാണ് മഞ്ജിത്തിന്റെ നിർബന്ധത്തിന് വഴങ്ങി സഹോദരൻ സുഖ്വീന്ദറിനെ വീട്ടിൽ നിന്നും പുറത്താക്കേണ്ടി വന്നത്. മുക്തിയാറിന്റെ സ്വഭാവ രീതികളനുസരിച്ച് ഇത് അവന്റെ അഹങ്കാരത്തെയും ആണത്തത്തെയും മുറിവേൽപ്പിക്കുകയും മഞ്ജിത്തിനോട് കൂടുതൽ വെറുപ്പ് വളർത്താൻ അത് കാരണമാവുകയും ചെയ്തിട്ടുണ്ടാവും. പക്ഷേ ഈ കൊലപാതകത്തിൽ മുക്തിയാറിനെ പ്രധാന പ്രതിയാക്കാൻ മാത്രമുള്ള ശക്തമായ തെളിവുകളൊന്നും പോലീസിന് തുടക്കത്തിൽ ലഭിച്ചിരുന്നില്ല. നിലവിൽ ഈ കേസിൽ ലഭിച്ചിരിക്കുന്ന എല്ലാ തെളിവുകളും ഒന്നൊന്നായി പുനഃപരിശോധിക്കാൻ പോലീസ് തീരുമാനിക്കുന്നു. ഇങ്ങനെ നടത്തിയ പരിശോധനയിൽ മഞ്ജിത്തിന്റെ കാറിന്റെ ഡ്രൈവർ സീറ്റ് വളരെ പിന്നിലേക്ക് തള്ളിയിരിക്കുന്നതായി പോലീസ് ശ്രദ്ധിച്ചു. ഇത് മഞ്ജിത്തല്ല ആ കാർ ഓടിച്ചത് എന്നുള്ള സൂചനകൾ നൽകുന്നു. അതുപോലെ ആ കാർ കണ്ടെത്തിയ സ്ഥലത്തിനടുത്താണ് മഞ്ജിത്തിന്റെ യോഗ ക്ലാസ് എന്നാണ് മുക്തിയാർ മൊഴി നൽകിയത്. എന്നാൽ പോലീസ് അന്വേഷണത്തിൽ കാർ കണ്ടെത്തിയ സ്ഥലവും യോഗ ക്ലാസ് നടന്നിരുന്ന സ്ഥലവും തമ്മിൽ 20 കിലോമീറ്ററോളം ദൂരമുണ്ട് എന്നും കണ്ടെത്തി. മുക്തിയാർ പലതും മറച്ചു വെക്കുന്നുണ്ട് എന്ന് ഉറപ്പായതോടെ അയാളുടെ ഫോണിന്റെ ലൊക്കേഷനും കോൾ റെക്കോർഡിംഗ്സുമെല്ലാം പോലീസ് ട്രാക്ക് ചെയ്തു. ഇതോടെ മുക്തിയാർ മഞ്ജിത്തിന്റെ മൊബൈൽ ഫോൺ കൈവശം വെച്ചിട്ടുണ്ട് എന്നും അതിൽ അയാളുടെ സ്വന്തം സിം കാർഡ് ഇട്ട് ഉപയോഗിച്ചിരുന്നതായും കണ്ടെത്തി. ഒക്ടോബർ 18 വൈകുന്നേരം യോഗ ക്ലാസ് കഴിഞ്ഞ് മഞ്ജിത്ത് വീട്ടിൽ വന്നിരുന്നുവെന്നും അതിനാലാണ് അവളുടെ ഫോൺ മുക്തിയാറിന്റെ കൈവശം വന്നത് എന്നും അന്വേഷണ സംഘം ഊഹിക്കുന്നു. മുക്തിയാറിന്റെ വീടിനടുത്തുള്ള ഒരു പെട്രോൾ പമ്പിൽ നിന്നുള്ള CCTV ദൃശ്യങ്ങൾ പരിശോധിച്ച പോലീസുകാർക്ക് നിർണായകമായ തെളിവുകൾ ലഭിക്കുന്നു. അതിൽ മുക്തിയാർ ആ പെട്രോൾ പമ്പിൽ നിന്ന് ഒരു പഴയ പത്രവും ലൈറ്ററും വാങ്ങുന്നത് വ്യക്തമായി കാണുന്നുണ്ട്. അത് നടന്നിരിക്കുന്നത് മഞ്ജിത്ത് മിസ്സിംഗ് ആയ ദിവസം രാത്രി 12:30 മുക്തിയാർ മദ്യപിക്കുമായിരുന്നുവെങ്കിലും സിഗരറ്റ് വലിക്കില്ലായിരുന്നു. പിന്നെ എന്തിനാണ് അയാൾ ലൈറ്റർ വാങ്ങിയത്? തീർച്ചയായും എന്തെങ്കിലും കത്തിക്കാൻ വേണ്ടിയായിരിക്കും. അങ്ങനെ ഏകദേശം 6 മാസങ്ങൾക്ക് ശേഷം 2007 മാർച്ച് 12 ഭാര്യ മഞ്ജിത്ത് ബസ്ര കൊല ചെയ്യപ്പെട്ട കേസിൽ മുക്തിയാർ അറസ്റ്റ് ചെയ്യപ്പെട്ടു. ഇത്തവണ എല്ലാ തെളിവുകളും നിരത്തി പോലീസ് അയാളെ കർശനമായി ചോദ്യം ചെയ്യുന്നു. തുടക്കത്തിൽ ഭാര്യയെ കൊലപ്പെടുത്തിയെന്ന വാദം അയാൾ പൂർണ്ണമായും നിഷേധിക്കുകയും താൻ നിരപരാധിയാണെന്ന് വാദിക്കുകയും ചെയ്തെങ്കിലും അധിക നേരമൊന്നും മുക്തിയാറിന് പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞില്ല. അയാളുടെ ധൈര്യം ചോർന്നുപോയി. ഒടുവിൽ അയാൾ കുറ്റം സമ്മതിച്ചു. യഥാർത്ഥത്തിൽ നടന്നിരിക്കുന്നത് ഇങ്ങനെയാണ്. യോഗ ക്ലാസിന് ശേഷം രാത്രി ഒരു 8 മണിയോടെ മഞ്ജിത്ത് വീട്ടിലെത്തുന്നു. അവിടെ വെച്ച് ഇരുവരും തമ്മിൽ ഒരു തർക്കമുണ്ടായി. തർക്കം രൂക്ഷമായതോടെ മദ്യലഹരിയിലായിരുന്ന മുക്തിയാർ മഞ്ജിത്തിനെ കഴുത്തിഞ്ഞെറിച്ച് കൊലപ്പെടുത്തുന്നു. തുടർന്ന് സൗത്ത് ഡെൽറ്റയിലെ ഒരു വിജനമായ കടൽ തീരത്തേക്ക് മൃതദേഹം കൊണ്ടുപോയി കത്തിക്കുകയായിരുന്നു. തനിക്ക് മഞ്ജിത്തിനോടുണ്ടായിരുന്ന അടങ്ങാത്ത വെറുപ്പാണ് കൊലപാതകത്തിലേക്ക് നയിച്ചത് എന്നും മുക്തിയാർ വെളിപ്പെടുത്തി. 2010 നവംബറിലാണ് ഈ കേസിലെ വിചാരണ പൂർത്തിയാക്കി മുക്തിയാർ കുറ്റക്കാരനാണെന്ന് കണ്ടെത്തുന്നത്.
തുടർന്ന് 2011 ഫെബ്രുവരിയിൽ മുക്തിയാറിന് ജീവപര്യന്തം തടവിന് ശിക്ഷിക്കുന്നു. ഈ വിധിക്ക് തൊട്ടു പിന്നാലെ മുക്തിയാറിന്റെയും മഞ്ജിത്തിന്റെയും മകൾ മായയുടെ പൂർണ്ണ സംരക്ഷണത്തിനായി ഇരുവരുടെയും കുടുംബം കോടതിയിൽ കേസ് ഫയൽ ചെയ്തു. ഒടുവിൽ മായയുടെ പൂർണ്ണ സംരക്ഷണം മഞ്ജിത്തിന്റെ സഹോദരി ജാസ്മിന് ലഭിച്ചു. ഒരുമിച്ച് ജീവിക്കാൻ കഴിയില്ല എന്ന് ഉറപ്പായി കഴിഞ്ഞാൽ പരസ്പര സമ്മതത്തോടെ ഡിവോഴ്സ് ചെയ്യുക. അതാണ് ഉചിതമായ തീരുമാനം. എന്താണ് ഈ കേസിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായമെന്ന് കമന്റ് ചെയ്ത് പറയൂ. പുതിയൊരു ഇൻവെസ്റ്റിഗേഷനുമായി വീണ്ടും കാണാം. ബൈ.